അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. അത് നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ച കലാമാണ്. അത് വായിക്കാൻ പോലും അറിയാതെ ജീവിക്കുന്ന നമ്മളെല്ലാവരും അള്ളാഹുവിനോട് നന്ദികേടാണ് കാണിക്കുന്നത്. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകാന്തതയിൽ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നത് വലിയൊരു സൽക്കർമ്മമാണ്. പക്ഷേ നമ്മളാരും അത് ചെയ്യാറില്ല. കാരണം നമ്മൾ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ കഴിഞ്ഞു കൂടുന്നവരാണ്. ഒരിക്കലും അള്ളാഹുവിനെ ഓർക്കുകയും പഠിച്ചു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുകയും ചെയ്യുന്നില്ല. മറിച്ച് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് കഴിയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും കണ്ണുകൾ നൽകി, അതുപോലെ എല്ലാ ആരോഗ്യങ്ങളും അനുഗ്രഹങ്ങളും തന്നു. എന്നിട്ട് പോലും നമ്മൾ പടച്ചവനെ ഓർക്കാറില്ല. ഒരു നിമിഷം പോലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പടച്ചവനെ ശുക്ർ ചെയ്യുകയും നമ്മൾ ചെയ്ത പാവങ്ങൾ ഓർത്ത് പടച്ചവനോട് കരഞ്ഞ് തൗബ ചെയ്യാനും നമുക്ക് സമയമില്ല. അള്ളാഹുവിൻ്റെ കലാം എന്താണെന്നും അതിലെന്താണ് പറയുന്നത് എന്നും അറിയാതെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിൽ, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ആ സമയത്തിന് വില പറയേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രോഗ്രാം അതിനൊരു സന്ദേശമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സന്ദേശം ലോകം എമ്പാടും എല്ലാവരും എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹവും നിലനിർത്തുകയും അതൊന്നും കൂടി വിശാലമാക്കി തന്ന് അനുഗ്രഹിക്കുമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.